പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ മാധവ് ഘാട്കിൽ അന്തരിച്ചു. പൂനെയിൽ വെച്ച് ഇന്നലെ രാത്രിയിലായിരുന്നു അന്ത്യം സംഭവിച്ചത്. നമുക്കറിയാം, ലോകം മുഴുവൻ ആദരിക്കുന്ന പരിസ്ഥിതി മേഖലയിലെ ഒരു എണ്ണം പറഞ്ഞ വിദഗ്ധരിൽ ഒരാളായിരുന്നു മാധവ് ഘാട്കിൽ എന്ന് പറയുന്നത്. നമുക്കറിയാം, കേരളത്തിനടക്കം നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് 2013 ഉമ്മൻചാണ്ടി സർക്കാർ ഭരണത്തിലിരിക്കുന്ന സമയത്ത് മാധവ് ഘാട്കിലിൻ്റെ ഒരു നിർണായകമായിട്ടുള്ള ഒരു കണ്ടെത്തലുണ്ടായിരുന്നു. അതായത് പശ്ചിമഘട്ടമാകെ തകർന്നിരിക്കുകയാണ്, യുഗങ്ങളൊന്നും വേണ്ട, കരുതലോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ കേരളം നേരിടാൻ പോകുന്നത് വലിയ ദുരന്തമായിരിക്കും എന്ന് അന്ന് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹത്തെ പരിഹസിച്ചു, എല്ലാവരും അദ്ദേഹത്തെ പരിഹസിച്ചു, സർക്കാർ അടക്കം പരിഹസിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. കേന്ദ്ര സർക്കാരിനടക്കം അദ്ദേഹം റിപ്പോർട്ട് നൽകുകയും ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ അതിനെ, അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാർ അതിനെ മുഖവിലക്കെടുത്തില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. നോക്കൂ, അത് തുടങ്ങി ഇങ്ങോട്ട് അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും നമുക്കറിയാം. 2018 പ്രളയമടക്കം നമ്മളുടെ മുന്നിലുണ്ട്, ഓഖി ദുരന്തം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ അദ്ദേഹം പറഞ്ഞ ഓരോ കാര്യങ്ങളും അത് ശരിവെക്കുന്ന രീതിയിലേക്ക് പിന്നീട് അങ്ങോട്ട് കേരളം സാക്ഷിയായി എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞിരുന്നു, യുഗമൊന്നും വേണ്ട, ആരാണ് കള്ളം പറയുന്നത് എന്ന് നമുക്ക് അന്നറിയാം എന്ന് അദ്ദേഹം 2013 പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു പക്ഷേ ഇപ്പോൾ സാമൂഹ്യ ചിന്തകൻ ഡോക്ടർ ശ്യാംകുമാർ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ ശ്യാംകുമാർ, നമുക്കറിയാം, കേരളത്തിനടക്കം നിരവധിയായിട്ടുള്ള സംഭാവനകൾ ചെയ്ത വ്യക്തിത്വമായിരുന്നു മാധവ് ഘാട്കിൽ. അദ്ദേഹത്തിൻ്റെ പല നിരീക്ഷണങ്ങളും പിന്നീട് ഇങ്ങോട്ട് ശരിയായി വരുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു പക്ഷേ അദ്ദേഹത്തെ നമുക്കറിയാം പല ഘട്ടങ്ങളിലും തഴയുന്നത് അല്ലെങ്കിൽ പരിഹസിക്കുന്ന രീതിയൊക്കെ 2013 നമ്മൾ കണ്ടതാണ്. അത്രമേൽ അദ്ദേഹം ഈ പരിസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ 2018 ഈ പ്രളയമൊക്കെ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹം അന്ന് 2013 പറഞ്ഞത് ശരിയായിരുന്നു എന്ന് കേരളം ഒന്നാകെ പറഞ്ഞൊരു കാര്യം കൂടിയുണ്ട്. അദ്ദേഹം ഇങ്ങനെ വിട പറഞ്ഞു പോകുമ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തെ ഓർത്തെടുക്കുന്നത്? തീർച്ചയായിട്ടും മാധവ് ഘാട്കിലിനെ പോലെയുള്ള ഒരു വിയോഗം ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തെ സംബന്ധിച്ചും വലിയ ആഴത്തിലുള്ള ഒരു വിയോഗമാണ് ആ വേർപാട്. പ്രത്യേകിച്ച് ഉണ്ടായിട്ടുള്ള പാരിസ്ഥിതിക ദുരന്തങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ അദ്ദേഹം ദീർഘവീക്ഷണത്തോടുകൂടി പങ്കുവച്ച ആശങ്കകൾ ഏറെ പ്രസക്തമാണ്. മാധവ് ഘാട്കിൽ ഉന്നയിച്ച വിമർശനങ്ങൾ, പരിസ്ഥിതിയെ സംബന്ധിച്ച് പങ്കുവച്ച ആകുലതകൾ ഒക്കെ തന്നെ പലതരത്തിലുള്ള വിമർശനങ്ങൾ കേരള സമൂഹത്തിൽ നിന്ന് തന്നെ അദ്ദേഹം നേരിട്ടിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ഉപരിയായിട്ട് പലതരത്തിലുള്ള വിമർശനങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ച ചിന്തകൾക്കെതിരായിട്ട് ഉയർന്നു വരുമ്പോൾ പോലും പരിസ്ഥിതി സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളിൽ ആ വിമർശനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ പോലും അദ്ദേഹം പങ്കുവച്ച ആശങ്കകൾ പരിസ്ഥിതിയെ സംബന്ധിച്ച്, കേരളത്തിന്റെ ഭൂപ്രകൃതിയെ സംബന്ധിച്ച് ഏറെ പ്രസക്തമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അതുകൊണ്ട് നമ്മളെ കടന്നു പോകുന്ന ഈ മഹാനായ മനുഷ്യൻ കേവലം ഒരു പരിസ്ഥിതി പ്രവർത്തനോ, കേവലം ഒരു പരിസ്ഥിതിയെ സംബന്ധിച്ച ചിന്തകനോ മാത്രമല്ല, നമ്മൾ ജീവിക്കേണ്ട ഭൂമി, പ്രത്യേകിച്ച് കേരളം പോലെ ഒരു ഭൂപ്രകൃതിയെ സംബന്ധിച്ച് വളരെ ആഴത്തിലുള്ള ആലോചനകൾ പങ്കുവെക്കുകയും ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ചില നിർദ്ദേശങ്ങൾ നൽകുകയും ഒക്കെ ചെയ്തത് നമ്മളെ സംബന്ധിച്ച്, ഭാവിയെ ഉറ്റുനോക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച് ഏറെ പ്രസക്തമാണ്. അദ്ദേഹത്തിന്റെ സംഭാവനകൾ ആ നിലയ്ക്ക് നമ്മൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ വികസന പ്രവർത്തനങ്ങളിൽ ഒരു മൂല്യവത്തായ ദർശനങ്ങളായി, മൂല്യവത്തായ വാക്കുകളായി, മൂല്യവത്തായ ചിന്തകളായി നമ്മൾ മുന്നോട്ടെടുക്കേണ്ടതാണ്. കാരണം നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ പല നിലയ്ക്കുള്ള പ്രതിസന്ധികൾ, പാരിസ്ഥിതിക ദുരന്തങ്ങളൊക്കെ നമുക്ക് കേരളത്തിൽ ഏൽക്കേണ്ട സാഹചര്യങ്ങൾ പല ഘട്ടങ്ങളിലായിട്ട് ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടാകുന്ന സന്ദർഭങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ പരിസ്ഥിതിയെ സംബന്ധിച്ച ആകുലതകൾ നമ്മൾ വീണ്ടെടുക്കേണ്ടവയും വളരെ കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് ആസൂത്രണം ചെയ്തും ചിന്തിച്ചും മാത്രം ഓരോ തീരുമാനങ്ങൾ എടുക്കണമെന്ന് ഭരണകൂടത്തെയും ജനങ്ങളെയൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്, ഒരു പരിസ്ഥിതി സ്നേഹിയാണ് കടന്നു പോകുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗം നമുക്ക് ഒരു തീരാ നഷ്ടമാണ്. ഏറെ ആദരവോടുകൂടി അദ്ദേഹത്തോട് വിട പറയുന്നു, ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. നന്ദി. ശരി, ശ്രീ ഡോക്ടർ ശ്യാംകുമാർ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്.